ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരും അതോടൊപ്പം തന്നെ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള PM കിസാനിൽ അംഗമല്ലാത്ത കർഷകരുമെല്ലാം ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു. നിലവിൽ ഒരുപാട് കർഷകർ ഈ ഖദർ ആപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് 31-ാം തീയതി വരെ സമയം ഇപ്പോൾ ഇതിനുവേണ്ടി നീട്ടി നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ കർഷകരും ഖദർ ആപ്പിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാന അറിയിപ്പും എത്തിയിരുന്നു. കർഷകർ ഇതിൽ എത്രയും വേഗം തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കൃഷിഭവൻ പരിധിയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയുമൊക്കെ ഇത്തരത്തിൽ അറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഖദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന് ഖദർ ആപ്പ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും അതോടൊപ്പം വിളനാശം സംഭവിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായത്തിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കൽ, PM കിസാൻ നിധിയുടെ 2000 തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇതൊരു പ്രധാന രേഖയായി മാറ്റപ്പെടുകയാണ്. ഖദർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ID ക്രിയേറ്റ് ആകും. ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണിത്. അതിനാൽ തന്നെ തുടർന്ന് ഏത് രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കും കർഷകർ ഈ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ മതിയാകും. നമ്മുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം ഫാർമേഴ്സ് ID, അതായത് ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരും. ഉദ്യോഗസ്ഥർ ഇത് വെരിഫൈ ചെയ്യുകയും ഒടുവിൽ ഇത് നമുക്ക് അപ്രൂവ് ആകുമ്പോൾ ഒരു ID കാർഡ് ജനറേറ്റ് ആയി നൽകുന്നതുമായിരിക്കും. ഖദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി കൃഷിഭൂമി സംബന്ധിച്ച കരമടച്ച രസീത്, കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാരമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, കർഷകന്റെ ഫോട്ടോ എന്നീ രേഖകളാണ് പ്രധാനമായും വേണ്ടത്. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ട് എങ്കിൽ അവരെല്ലാം തന്നെ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. PM കിസാന്റെ 19-ാം ഗഡുവായ 2000 രൂപ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിച്ചിട്ടുണ്ട്. ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തത് മൂലം നിലവിൽ PM കിസാന്റെ ആനുകൂല്യം തടസ്സപ്പെടില്ല. എന്നാൽ ഇനി ഭാവിയിലേക്ക് ഈ ആനുകൂല്യമൊക്കെ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ ഖദർ ആപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കാം. മാർച്ച് 31-നകം ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.